പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. നല്ല പകലിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ആത്മീക ശുശ്രൂഷകളുടെ രണ്ടാം ദിവസം ഇപ്രകാരം കടന്ന് വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ സാവകാശത്തിന് ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷനായ കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, ഇവിടെ ഈ പന്തലിലായിരിക്കുന്ന പ്രിയ കർത്തൃദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് പകൽ വാസ്തവമായിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു നമ്മുടെ നടുവിൽ ഉണ്ട് എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് പറയുന്നിടത്തോളം, യേശു എൻ്റെ സ്വന്തമാണെന്ന് പറയുന്നിടത്തോളം മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ വലുതായില്ല. സ്തോത്രം. ഇപ്രകാരം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവസരം ഒരുക്കുകയും ചെയ്ത, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സി തോമസ് സാറിനോട് ഉള്ള എൻ്റെ നന്ദിയെ ഈ തരുണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ആറ് വർഷത്തിലധികം തന്നോട് ചേർന്നായിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. പ്രാർത്ഥിച്ച, പ്രോത്സാഹിപ്പിച്ച, കൂടെ നിന്ന, കൈത്താങ്ങിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇത്രത്തോളം പ്രാപ്തി നൽകിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ. എല്ലാ ദൈവമക്കളും അതരങ്ങളെ തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഓടി ഓടി തളർന്നവരുടെ നടുവിൽ അവരെ നോക്കി ക്ഷീണിച്ച് ഇരിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. നെഞ്ചും നെറ്റിയും ഉയർത്തിപ്പിടിച്ച് കാലുകളെ മാൻപയുടെ കാൽക്ക് തുല്യമാക്കി ഗിരികളിൽ നിർത്തുന്ന എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ള എല്ലാ ദൈവമക്കളും കർത്തൃദാസന്മാരും അതരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ട്. ഈ മരുയാത്രയിൽ കർത്താവേ നിന്റെ കൃപ എനിക്ക് മതി. ഈ മരുഭൂമി യാത്രയിൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി എന്ന് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. ചേർന്നതിനോടൊപ്പം പാടാമോ? ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടിടുവാ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ വിശ്വാസത്തോടെ പറയാം, തിരുകൃപ മതി. സ്വർഗീയ പിതാവെ, നല്ല സമയത്തിനായി വാഴ്ത്തുന്നു. അല്പനിമിഷം കൂടി അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു കർത്താവെ. ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രി മുതൽ ഇനിയുള്ള ദിവസങ്ങളിലും ദൈവം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു പകലും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിവേചിച്ച് ഇടപെടുമാറാകണമേ. തളർന്ന് ഓടുന്നവർക്ക് കരുത്തു പകരുന്ന ദൈവശബ്ദം,
ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി പകരുന്ന ദൈവത്തിൻ്റെ ശബ്ദം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം, വിശന്നിരിക്കുന്നവർക്ക് ദാഹജലമായി. ഓ, കൈപ്പേറിയ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ മാധുര്യമേറിയ മന്നയായി അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഇന്നു പകൽ ഞങ്ങളുടെ നടുവിൽ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിന്റെ അധികാരം ഞങ്ങളുടെ നടുവിൽ ചലിക്കണമേ. സർവാധികാരിയായ ദൈവത്തിന്റെ സർവാധിപത്യം ഞങ്ങളുടെ നടുവിലും ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? സ്ഥിരതയോട് ഓടുക എന്നുള്ള വിഷയത്തിൽ നിന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആവർത്തന വിരസത ഉണ്ടാകാതെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. എങ്കിലും പ്രസംഗത്തിൻ്റെ ആ പക്വതയിലും ദൈവകൃപയിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ടതുള്ളത് കൊണ്ട് ചിലപ്പോൾ വാക്കുകളും വാക്യങ്ങളും ആവർത്തിച്ചാലും നിങ്ങൾക്കത് അരോചകമായോ വിരസതയായോ തോന്നാതെ ദൈവവചനത്തിൻ്റെ മാധുര്യത ഹൃദയത്തിനകത്ത് ബലമായി മാറട്ടെ. ആവർത്തിച്ച് കേൾക്കുന്ന വചനം നമുക്ക് ക്ഷീണമോ നമുക്കൊരിക്കലും അരോചകം ഉണ്ടാക്കത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. നമ്മൾ വായിക്കുന്ന ദിനപത്രങ്ങൾ ഒന്ന് വായിച്ചാൽ നമ്മൾ എടുത്ത് താഴെയിടും. പക്ഷെ ദൈവവചനത്തിൻ്റെ പ്രത്യേകത വായിച്ചാലും കൊതി തീരത്തില്ല. ധ്യാനിച്ചാലും നമുക്ക് മതി വരത്തില്ല. ഹാലേലൂയ. ഇവിടെ നമ്മുടെ തീം ഇതാണല്ലോ, സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടാൻ രണ്ട് കാര്യങ്ങൾ തൊട്ട് താഴെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഒന്ന്, ലുക്ക് അൺടു ജീസസ്, കർത്താവിനെ നോക്കുക. സ്തോത്രം. രണ്ട്, അവനെ ധ്യാനിച്ചു കൊള്ളുക. ഈ രണ്ട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നു പകൽ ഉണ്ടാവണം. ധ്യാനിച്ച് പലപ്പോഴും നമ്മൾ സ്തോത്രം നമ്മുടെ ഗ്രാഫ് ആത്മീക ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ കയറിയും ഇറങ്ങിയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റഡിയായി നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാൻ ഈ ദൈവവചന ശുശ്രൂഷകൾ പര്യാപ്തമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വാക്യം ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതിൻ്റെ അർത്ഥം നമ്മുടെ മുമ്പിൽ ഒരു സ്തോത്രം വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ രണ്ട് നിലകളിൽ നമുക്ക് പഠിക്കാം. സ്തോത്രം. നടപ്പെന്ന വിഷയം നിരവധി വാക്യങ്ങളിലും നിരവധി വാക്കുകളിലും പൗലോസ് നമുക്ക് വെളിപ്പെടുത്തരുന്നുണ്ട്. ഈ എബ്രായ ലേഖന കർത്താവ് പൗലോസ് ആണെന്ന് കൂടുതൽ വേദ പണ്ഡിതന്മാരും അവകാശപ്പെടുന്നുണ്ട്. തർക്കത്തിന് ഞാനില്ല, മുമ്പോട്ട് പോകുകയാണ്. ഈ എബ്രായ ലേഖനത്തിനകത്ത് നിരവധി എബ്രായ യഹൂദന്മാരുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് വന്ന് രക്ഷിക്കപ്പെട്ടു വന്ന യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി. പിന്നെയും പഴയ അനുഭവങ്ങളിലേക്ക് പോയാൽ എന്താണെന്നുള്ളൊരു ചിന്തയും പിന്മാറ്റവും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലേഖന കർത്താവ് എഴുതുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക, ഹാനോക്ക് മുതൽ താഴോട്ട് ഉള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരൊക്കെ വീണും എഴുന്നേറ്റും ജീവിതത്തിന്റെ ജയപരാജയങ്ങളിൽ ഇടകലർന്ന് മുമ്പോട്ട് പോയി. അവരുടെ അവസാനം അവർ ജയിപ്പാൻ ഇടയായി തീർന്നു. പക്ഷെ വീണും എഴുന്നേറ്റും വീണും പരാജയപ്പെട്ടും ജയിച്ചും ഓടിയ ഒരുവനെ അല്ല 12-ാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നോക്ക്, വീഴാത്ത ഒരുവനുണ്ട്. പിതാവാം ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞ പരിപാവനമായ പദ്ധതിയെ ശിരസ വഹിച്ചുകൊണ്ട് പുത്രനാം ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒറ്റയൊരു പദ്ധതിയെ ഉണ്ടായിരുന്നുള്ളൂ. നെഞ്ചിൽ കൈവച്ചു പറ, എന്നെ വിടുവിക്കുവാൻ എനിക്ക് നല്ല മാതൃക കാട്ടി തന്ന ഒരു നല്ല കർത്താവ് ഇന്നു പകൽ എൻ്റെ മുമ്പിൽ ഉണ്ട്. ലേഖന കർത്താവ് വിളിച്ചു പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട്, എങ്കിലും നമുക്ക് നോക്കേണ്ട ഒരുവനുണ്ട്. പ്രതിസന്ധികൾ വന്നപ്പോൾ, വേദന വന്നപ്പോൾ, കൈപ്പേറിയ ജീവിത അനുഭവങ്ങൾ വന്നപ്പോൾ നീ ദൈവപുത്രനാണോ എന്ന് വെല്ലുവിളിച്ച് പരിഹസിച്ച് ചോദിച്ചവരുടെ നടുവിൽ ഭൂതങ്ങളെ കൊണ്ട് പുറത്താക്കുന്നു, അത്ഭുതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് മറിയയുടെ മകൻ എന്ന് ഉൾപ്പെടെയുള്ള പേരുകൾ ഉപയോഗിച്ച് യേശുവിനെ പരിഹസിച്ചപ്പോഴും അപമാനം അലക്ഷ്യമാക്കിക്കൊണ്ട് മുമ്പോട്ട് ചുവട് വെച്ച കർത്താവിൻ്റെ ദർശനമാണ് ഇന്നു പകൽ നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുള്ളത്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്തൃദാസന്മാർ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഈ തരണത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏറ്റവും ചെറിയവനായി എനിക്കിവിടെ നിൽക്കുവാൻ പ്രാപ്തി തന്ന
ആയിരിക്കുന്ന കർത്താവിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് മുമ്പൊക്കെ ഞാൻ പോകുകയാണ്. സ്തോത്രം. അപ്പൊ 4 നിലകളിൽ നമുക്ക് ഈ വിഷയത്തെ പഠിക്കാൻ ആഗ്രഹിക്കുക. ഓരോ വാക്കുകൾ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. പെർസിവറൻസ് ദ റേസ്, സ്ഥിരോത്സാഹത്തോടെ ഓടുവാനുള്ള ഒരു ആഹ്വാനം ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എൻഡുറൻസ് ദ റേസ്, സഹനത്തോടെ. ഈ ഓട്ടത്തിനകത്ത് സഹനം ആവശ്യമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് സഹനം ആവശ്യമാണ്, സഹിക്കുവാൻ. എബ്രായലേഖനത്തിനകത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി മാറും. ഇന്നു പകൽ നമുക്കുള്ള നല്ല മാതൃക തന്ന കർത്താവിനെ മുമ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം, നമുക്കൊരു സഹനം ആവശ്യമാണ്. സ്തോത്രം. മൂന്നാമത് സ്തോത്രം, എൻഡുറൻസ് ആൻഡ് ആക്റ്റീവ് പെർസിസ്റ്റൻസ്, സഹിഷ്ണുതയും സജീവമായ സ്ഥിരതയും നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് ദൈവമക്കളെ, എൻ്റെ കൂടെയുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ, കർത്തൃദാസന്മാരെ, എങ്ങനെയുണ്ട് ജീവിതത്തിൻ്റെ യാത്രകളിൽ പലവിധമായ ചോദ്യങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച ഓട്ടത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? ഹല്ലേലൂയ. നമുക്ക് ലഭ്യമായ പല അവസരങ്ങളും നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗത കുറച്ചതായി തോന്നിയിട്ടില്ലേ? നമുക്ക് ലഭ്യമായ മാന്യതകൾ, നമുക്ക് ലഭ്യമായ പദവികൾ, നമുക്ക് ലഭ്യമായ മറ്റു പലതും ചിലതും നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറച്ചെങ്കിൽ ഇന്നു പകൽ മാനസാന്തരത്തിനും മടങ്ങി വരവിനുമുള്ള ഒരു സന്ദേശമായി ഈ സന്ദേശത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്ക് മുമ്പിൽ വെച്ച ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കുവാൻ പലവിധമായ സാഹചര്യങ്ങൾ പിശാചും ലോകവും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നൽകാറുണ്ട്. വാക്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഭാരം നമ്മുടെ ജീവിതത്തിനകത്ത് വല്ലാത്ത ഉലച്ചിൽ ഉണ്ടാക്കാറുണ്ട്. പാപം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഭാരം നമ്മുടെ ജീവിതത്തിനകത്ത് വല്ലാത്ത പ്രതിസന്ധികൾ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഇന്നു പകൽ ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപയാണ് കർത്താവിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ഓട്ടത്തിനകത്ത് അല്ല നീന്തുവാനൊക്കെ പോകുന്ന ആളുകൾ വളരെ അവർക്ക് യോജിച്ച ഓട്ടത്തിന് പര്യാപ്തമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. കാരണം വലിയ ജാക്കറ്റോ സൂട്ടോ ഇട്ടൊന്നും ഓടി തീർക്കാൻ കഴിയത്തില്ല. ഇതുപോലെ ക്രിസ്തീയ ജീവിത യാത്രയിലും നമ്മുടെ കുതിപ്പിനെ, നമ്മുടെ ഓട്ടത്തെ വേഗത കുറയ്ക്കുന്ന എന്ത് സാഹചര്യങ്ങളാണെങ്കിലും അതൊക്കെ വലിച്ചെറിയുവാനുള്ള ദൈവകൃപ ഈ പ്രാർത്ഥനയുടെയും ഈ ആരാധനയുടെയും അകത്ത് നാം പ്രാപിച്ചേ മതിയാകൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുക, എൻ്റെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുന്ന എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ചപ്പും ചവറുമെന്നെണ്ണിക്കൊണ്ട് ചപ്പുകൂനയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഭക്തൻ ഓടിത്തീർക്കുകയാണ്. ഓട്ടത്തിന്റെ ആരംഭത്തിലെ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. തൻ്റെ പ്രതീക്ഷ അതാണ്. ഏറ്റവും അകാല പ്രജ പോലെ യേശുവിൻ്റെ അപ്പോസ്തലനായി താൻ രംഗപ്രവേശനം ചെയ്തപ്പോൾ പ്രതിസന്ധികൾ നിരവധി ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തിന്റെ ആ പഴുതടച്ച് പഠിച്ച് പരിശീലിച്ച് പഠിപ്പിക്കുവാൻ താൻ പ്രാപ്തി നേടിയെങ്കിലും യേശു ക്രിസ്തുവിൽ ലഭ്യമായ വെളിപ്പാട് താൻ പ്രാപിച്ചതും സ്വയാത്തമാക്കിയതുമായ സകലത്തെയും ചപ്പും ചവറുമെന്ന് വിളിക്കാൻ അകംകണ്ണ് തുറന്ന പൗലോസിനെ പോലെ ഇന്ന് പകൽ കടന്നു വന്ന എൻ്റെ പ്രിയ കൂട്ടുപ്രവർത്തകരെ, കർത്തൃദാസന്മാരെ, പിതാക്കന്മാരെ, മാതാക്കളെ, ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുന്ന എന്ത് സാഹചര്യമാണെങ്കിലും അതൊക്കെ വലിച്ചെറിയുവാൻ ഇന്ന് പകൽ നമുക്കൊരു പ്രാപ്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ മതിയാകൂ. കോണ്ടെക്സ്റ്റ് ദ റേസ്, ഓടുക. നമുക്കറിയാം, ഇതിൻ്റെ മൂലഭാഷയിൽ പഠിക്കുകയാണെങ്കിൽ വിലാപത്തോടെ വ്യഥയോടുകൂടിയ ഓട്ടമെന്നാണ് മൂലഭാഷയിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കാനും കഴിയും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് പ്രാണവേദനയിലായി. തൻ്റെ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പ്രാണവേദനയിൽ ആയ പുത്രനാം ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പിതാവേൽപ്പിച്ച ദൗത്യം ഓടി തീർത്തേ മതിയാകൂ. അവൻ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ തന്നെ പ്രതിസന്ധികൾ കൂടെ നിന്നവരിൽ നിന്ന് വരുവാനിടയായി. പത്രോസ് ക്രൂശീകരണത്തെ തടയുവാൻ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും താൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രത്തിന്റെ വേദന, ആ വേദനയുടെ ആഴം എന്താണെന്ന് തിരിച്ചറിഞ്ഞ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ അകത്ത് നമുക്ക് ചരിത്രമതിയാം. സ്തോത്രം. രോമകൂപങ്ങളുടെ ഇടയിലൂടെ രക്തത്തുള്ളികൾ ധാരധാരിയായി വീഴത്തക്കവണ്ണമുള്ള
കഠിനമായ മനോഭാരത്തിലൂടെ കർത്താവ് കടന്നുപോയി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, പ്രിയ മാതാപിതാക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ഓട്ടത്തിൻ്റെ അകത്തും ഒരു വ്യഥയുണ്ടെന്ന് മറന്നു പോകരുത്. ജീവിതത്തിൻ്റെ ഓട്ടത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ പ്രാണവേദനയിലായ കർത്താവിൻ്റെ അനുഭവം നമ്മൾ മറക്കരുത്. കാരണം 2-ാം വാക്യം പറയുന്നുണ്ട്, സ്തോത്രം, അവൻ അപമാനം അലക്ഷ്യമാക്കി എന്ന് വായിക്കാമോ? ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ പുത്രനാം ക്രിസ്തു അതൊക്കെ അലക്ഷ്യമാക്കി, അതൊക്കെ ദൈവനിയോഗമായി ശിരസ വഹിച്ചുകൊണ്ട് ദൗത്യത്തിലേക്ക് പ്രവേശിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് ക്രൂശിൽ കിടന്നു പറഞ്ഞ വാക്ക് നമുക്കറിയാം, സകലതും നിവർത്തിയായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഓടി ഓടി കുഴഞ്ഞവരുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, സാമ്പത്തികമായ പരിമിതികൾ, ഒരുപക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോഴും നമ്മുടെ ആത്മീക കണ്ണ് അടഞ്ഞു പോകാൻ ഇടയാകരുത്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതൊക്കെ തരാനുള്ള ഉത്തരവാദിത്വം എൻ്റെ കർത്താവിനുണ്ട്. ഹല്ലേലൂയ. തട്ടിയെടുക്കുന്നതോ തട്ടി പറിക്കുന്നതോ ചോദിച്ചു പിടിച്ചു മേടിക്കുന്നതോ അല്ല ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ദൈവഹിതം എൻ്റെ ഓട്ടത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് നമ്മുടെ നാവിൽ നിന്ന് ഉയരുവാനിടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ തൻ്റെ മുമ്പിൽ വെച്ച സുഖലോലുപതയുടെയും സുഖസൗകര്യങ്ങളുടെയും അധികാരത്തിൻ്റെയും പദവിയുടെയും എല്ലാം കണ്ടപ്പോൾ കർത്താവിൻ്റെ നിന്ന വലിയ ധനമായി അവൻ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ്. നമ്മൾക്ക് ശരിയായ നിലയിൽ ഓടണമെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം എന്നൊരു മാരത്തൺ റേസ് പോലെയാ കേട്ടോ. സ്തോത്രം. അതിന് ഏറ്റവും മുൻപിൽ ആരാ ചെല്ലുന്നതെന്നൊന്നും അതിനകത്ത് വിഷയമല്ല. നമ്മൾ ക്വാളിഫൈഡ് ആകണം. എന്താ നമ്മുടെ ക്വാളിഫിക്കേഷൻ? എന്താ നമ്മുടെ യോഗ്യത? രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുന്ന നിമിഷം മുതൽ നാം ഓട്ടക്കളത്തിൽ യാത്ര തുടങ്ങുകയാണ്. നമുക്കറിയാം, ഓട്ടമുണ്ട്, നടപ്പുമുണ്ട്. ജീവിതത്തിൻ്റെ നടപ്പുകളെക്കുറിച്ച് നിരവധി വാക്യങ്ങൾ ഉണ്ടെങ്കിലും പരിമിതമായ സമയത്തിനകത്ത് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഓട്ടം എന്ന് പറയുന്നത് നടപ്പെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്നു. പക്ഷെ ഓട്ടം എന്ന് പറയുന്നത് മറ്റൊരു വിഷയത്തിലേക്ക്, ഇവിടെ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടം എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും നിയോഗങ്ങളും ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കുന്ന ശുശ്രൂഷയാണ് ഓട്ടം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കും. നമുക്ക് ഇന്ന് പകൽ നടക്കുവാൻ സമയമില്ല. ഈ അന്ത്യകാലം കാഹളം ധ്വനിക്കാൻ സമയമായ ഈ ഏറ്റവും ഒടുവിലത്തെ അന്ത്യകാലത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്, ദുർഘടമായ ഈ സമയത്ത് നമുക്ക് നടക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യഹോവേ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും, കണ്ടോ, ക്ഷീണിച്ചു പോകാതെ. ഇന്നു പകൽ എനിക്ക് സ്തോത്രം നടന്നാൽ പോരാ കർത്താവേ, എനിക്കൊരു കരുത്തൂടെ വേണം. ദൈവ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയ ജീവിത യാത്രയിൽ ഒരു പടി കൂടെ കാഴ്ചപ്പാട് മാറി എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലവാരവും നിലപാടുകൾക്കും ഒന്നും മാറ്റിവെച്ചിട്ട് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ സ്തോത്രം വേഗതയെ കുറയ്ക്കുന്ന അനുഭവങ്ങളെ ഞാൻ ഊരി വെച്ചിട്ട് ഇന്നു പകൽ ആ കർത്താവിനെ ധരിച്ചു കൊണ്ട് ഞാൻ ഓടാൻ തയ്യാറാകുക. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവമായിരിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും കയ്പിൻ്റെയും അനുഭവങ്ങൾ നുണയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. മുഖത്ത് പുഞ്ചിരിയാണെങ്കിലും ശുശ്രൂഷയിലും ജീവിതത്തിലും പരാജയം നുണയുന്നവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നേ, ഓട്ടത്തിൻ്റെ അകത്ത് കയ്പുണ്ട് കേട്ടോ. അത് മധുരമാക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ കയ്പേറിയ അനുഭവങ്ങളുടെ നടുവിലൂടെ എനിക്ക് യാത്ര ചെയ്യുവാൻ കർത്താവിൻ്റെ കരുത്താവശ്യമാണ്. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കും, എനിക്ക് അവിശേഷമായ കൃപ വേണം, ഈ ഓട്ടം ഓടി തീർക്കുവാൻ എനിക്ക് അങ്ങയുടെ കൃപ തന്നെ മതിയാകൂ.
Moshe, he rejected the pleasure, rejected the plenty and position, power. തൻ്റെ അധികാരവും സ്ഥാനവും സന്തോഷവും എല്ലാം ക്രൂശിൻ്റെ മുമ്പിൽ വെച്ചിട്ട് മോശ ആ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവമക്കളെ, 11-ാം അധ്യായത്തിൽ കാണുന്നവർ ഒറ്റ വ്യക്തികളും പെർഫെക്റ്റ് എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അവരുടെ ജയപരാജയങ്ങളുടെ നടുവിൽ അവർ ഓട്ടം തീർത്തവരാണ്. പക്ഷേ ജയാളിയായി മാതൃക നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരുവനേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? In spite of their imperfection, they all are finished their race. അവരുടെ അപൂർണതകളുടെയും പരിമിതികളുടെയും ഇടയിൽ അവരവരുടെ ഓട്ടം ഓടി തീർത്തു. മുന്നിലെത്താനുള്ള, അല്ലെ എൻ്റെ ഓട്ടത്തിന് വേഗത കുറവാണ്, അല്ലെ മറ്റേ വ്യക്തിയെ കൂടെ എനിക്ക് പിന്തള്ളണം, ഇതൊന്നും ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മാനദണ്ഡമേ അല്ല. നമുക്ക് സ്റ്റഡിയായി, സ്തോത്രം, അപ്പ് ആൻഡ് ഡൗൺ ആകാതെ സ്റ്റഡിയായി നമ്മുടെ ഓട്ടം ഓടാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറാകും? ആരുടെയും മുന്നിൽ കയറാനല്ല നമ്മുടെ ജീവിതം, മറ്റൊരാളുടെ ജീവിതത്തെ നോക്കിയല്ല നമ്മുടെ ജീവിതം കർത്താവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കായിട്ട് മാത്രം ഒരു ഓട്ടമുണ്ട് കേട്ടോ. അഭിഷക്ത കർത്തൃദാസന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാത്രമായി ഒരു ഓട്ടം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആർക്കും മാറ്റാൻ കഴിയത്തില്ല, അത് ആർക്കും എടുക്കാൻ കഴിയത്തില്ല. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നാം തന്നെയാ കടന്നു പോകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ഇടപെട്ടപ്പോൾ പഴയ നിയമ വിശ്വാസ വീരന്മാർ അവരൊക്കെ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. ഈ പഴയ നിയമ ഈ വിശ്വാസ വീരന്മാരായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിത ഓട്ടത്തിൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. പക്ഷെ ബെസ്റ്റ് റോൾ മോഡൽ എന്ന് പറയുന്നത് കർത്താവ് മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ജോസഫിൻ്റെ ചരിത്രം നമുക്കറിയാം. അവനെ മനസ്സിലാക്കാൻ സഹോദരങ്ങളില്ല, അപ്പനില്ല, അമ്മയില്ല, ഒറ്റപ്പെട്ട ജീവിത അനുഭവം. അവനെ മനസ്സിലാക്കാൻ ആരുമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ദൈവം എന്നെ കാണുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ പാപം ചെയ്യുവാനും ലോകപ്രകാരം ജീവിക്കുവാനും എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എന്നെ കാണുന്ന ദൈവം ഇവിടെ ഉണ്ടെന്ന് ഉള്ള ഉത്തമ ബോധ്യത്തോടെ തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ജോസഫിന് കഴിഞ്ഞു. ഇന്നു പകൽ പരസ്യവും രഹസ്യവുമായ ജീവിതത്തിൽ കൂട്ടിനോ കൂട്ടായ്മയ്ക്കോ ആളില്ലാത്ത സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ട ജീവിത യാത്രകളിലും ഈ ബന്ധം നഷ്ടപ്പെടാതെ പോകരുത്. ഞാൻ 2024 ആവർത്തിച്ചു പറഞ്ഞൊരു വാക്കാണ്, ദൈവമക്കളെ, ആരൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയാലും, ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും, ഞാൻ നിനക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളെ മറ്റുള്ളവർ ഉപേക്ഷിച്ചാലും, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ഭാര്യയോ ഭർത്താവോ മക്കളോ രക്തബന്ധങ്ങളോ നമ്മെ വിട്ടുപോയാലും ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് ഇന്ന് പകൽ ഉറപ്പിക്കണം കേട്ടോ. ചിലപ്പോൾ യേശുവില്ലേലും പ്രസംഗിക്കാം, ചിലപ്പോൾ യേശുവില്ലേലും പാട്ടുപാടാം, ചിലപ്പോൾ യേശുവില്ലേലും ഇങ്ങനെയൊക്കെ ജീവിക്കാം. പക്ഷേ ഒരു ഉറപ്പ് ഇന്ന് പകൽ ഉണ്ടാകണം, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ട വന്നാലും യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് പകൽ നമുക്ക് പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓടാതിരിപ്പാൻ നമുക്കൊരു എക്സ്ക്യൂസ് പറയാൻ കഴിയത്തില്ല. നമ്മൾ ഓടിയേ മതിയാകൂ. സ്തോത്രം. അപ്പോൾ വീണവരെ നോക്കി അല്ല നമ്മുടെ മാതൃക, നമുക്ക് നല്ല മാതൃക വെച്ചൊരു നല്ല കർത്താവുണ്ട്. സ്തോത്രം. ഓടിയ സാക്ഷികൾ ഗ്യാലറിയിൽ കാണുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരുണ്ട്. നമുക്ക് ഒരു പക്ഷേ നല്ല മാതൃക വെച്ചിട്ട് പോയ നിരവധി മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. 2, കോൺഫ്ലിക്റ്റ് ദ റേസ്. സ്തോത്രം. സകല ഭാരവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിടണം. ഓട്ടത്തിന് വിഘ്നം വരുത്തുന്ന ഭാരമുണ്ട്. നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ വിട്ടുപേക്ഷിക്കാത്ത രക്തത്തിനകത്ത് പാരമ്പര്യമായി കടന്നുകൂടിയ രൂഢമൂലമായിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ അടർത്തിക്കളയാൻ ഇന്നു പകൽ കാഴ്ചപ്പാട് മാറിയേ മതിയാകൂ. നാം പറയുന്ന സാധാരണ സ്തോത്രമോ, നാം പറയുന്ന സ്റ്റാൻഡേർഡിലും പക്വതയിലും ഒക്കെ പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഇത് കഴിയത്തില്ല. എബ്രായലേഖന കർത്താവ് പറയുന്നു, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെടുന്ന പുണ്യാഹ രക്തം. ഇന്നു പകൽ രക്തത്താലാണ് നമ്മൾ കഴുകൽ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ഓടി
കയറണമോ, ശുദ്ധീകരണം ആവശ്യമാണ്, ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. എന്തൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ എനിക്ക് വേണം. ആ വിളി എനിക്ക് കേൾക്കണമെന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ നോക്കി എനിക്ക് ഓടണ്ട. എനിക്ക് മുമ്പിൽ കർത്താവ് ഒരു ഡെസ്റ്റിനി, ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പിൽ ഒരു നിയോഗമുണ്ട്. സങ്കീർത്തനം 32:8 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ യാത്ര സ്തോത്രം ഫുൾഫിൽ ചെയ്യണോ, യാത്ര പൂർത്തീകരിക്കണോ, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ആവശ്യമാ. യോഹന്നാന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ഒക്കെ പറയുന്നുണ്ട്, ആത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് സകലതും ഉപദേശിച്ചു തരും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ജീവിതത്തിന്റെ ഓട്ടക്കളത്തിനകത്ത് എന്ത് തിരഞ്ഞെടുക്കണം, എവിടെ പോകരുത്, എവിടെ പോകണം, ഇന്ന് എന്തു പ്രസംഗിക്കണം, ഇന്ന് എന്താ ഞാൻ പറയേണ്ടത്, എവിടെ ഞാൻ മിണ്ടാതിരിക്കേണ്ടത് എന്നൊക്കെ ഉപദേശിക്കുന്ന ഒരു നല്ല ആത്മാവ് നമ്മുടെ മേൽ ഉണ്ട്. ഇത് കേവലം അന്യഭാഷ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. ഈ ശക്തി ഒന്ന് തിരിച്ചറിയാൻ, ദൈവകൃപയിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ഓട്ടമോടി തികയ്ക്കുവാൻ ഈ കർത്താവിൻ്റെ കരുത്ത് ഇന്ന് പകൽ നമുക്ക് ആവശ്യമാണ്. ദൈവമക്കളെ, അപമാനം അലക്ഷ്യമാക്കണം. കർത്താവ് ഇത് തന്നെയാണ് നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ചത്. ഞാൻ പറയട്ടെ, പാപത്തെ ബലഹീനത എന്ന് പറഞ്ഞ് സോഫ്റ്റ് ആക്കാതെ പാപത്തെ പാപമെന്ന് വിളിക്കാൻ ആർജവം ഇന്ന് പകൽ നമ്മൾ കാണിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ബലഹീനതയോ നമ്മുടെ ഒരു ചെറിയ ദുർബല നിമിഷം എന്നൊന്നും പറഞ്ഞ ചെറുതായി കാണരുത്. മനുഷ്യൻ ചെയ്യുന്ന ഏത് നിസ്സാരം, പറയുന്ന നിസ്സാര വാക്കിനും ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രാപിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഭയത്തോടെ ഓടണം. എബ്രായ ലേഖനം 12 അവസാന വാക്യം ഭയത്തോടെയാ വായിച്ചവസാനിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. തൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കാത്ത കർത്താവ് നിർബന്ധമായി പറയുന്നു, ഇന്ന് പകൽ സ്തോത്രം, മഹത്വത്തിന് യോഗ്യനായവൻ പറയുന്നത് അനുസരിക്കാൻ. യോഹന്നാന്റെ ലേഖനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നു. അപ്പൊ ഇന്ന് പകൽ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ കൽപ്പന പ്രമാണിക്കാൻ സ്തോത്രം നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഓട്ടം വ്യർത്ഥമായി മാറരുത്. നമ്മുടെ ഓട്ടത്തിന് സ്തോത്രം സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ സ്തോത്രം അവിടെ നിന്ന് അല്പം കൂടെ പ്രാർത്ഥിച്ച്, എന്താ കർത്താവേ, എൻ്റെ ഓട്ടത്തിന് വേഗത കുറയുന്നല്ലോ, എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ദർശനം മങ്ങുന്നല്ലോ, ലോകമയത്വത്തോടും പാപമയത്വത്തോടും ലൗകികമായതിനോടും കൂടുതൽ അടുപ്പം തോന്നുന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കുവാൻ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ജീവിതത്തിൽ കേട്ട അനുഭവങ്ങളെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ അവസാനിപ്പിച്ചേനേമായിരുന്നു. ഹല്ലേലൂയ. അപമാനത്തിൻ്റെ ഏറ്റവും അത്യുച്ച കോടിയിൽ യേശുവിനെ വിളിച്ച വാക്കുകൾ അതികഠിനവും ക്രൂരവുമായിരുന്നു. ഹല്ലേലൂയ. ചോദ്യങ്ങളുടെ ശരങ്ങൾ ലോകം അവനെതിരെ തൊടുത്തുവിട്ടു. പക്ഷേ ഇതൊക്കെ ദൈവം വെച്ച സിസ്റ്റം ആയതുകൊണ്ട്, ദൈവം വെച്ചതായതുകൊണ്ട് ഇതൊക്കെ സ്തോത്രം ഏറ്റുകൊണ്ട് കർത്താവ് മുമ്പോട്ട് പോവുകയാണ്. പ്രാർത്ഥനയുടെ അകത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള സമ്പൂർണ്ണ ഹിതം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് യേശുവിൻ്റെ പ്രാർത്ഥന. കഴിയുമെങ്കിൽ ഈ ഓട്ടത്തിനകത്ത് എനിക്കിത് കുടിക്കാൻ കഴിയില്ല പിതാവേ, കഴിയുമെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിനകത്ത് എനിക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയുന്നില്ല കർത്താവേ, എങ്കിലും നീ ഇത് അനുവദിക്കുന്നതാണെങ്കിൽ ഞാൻ അതിനെ സമർപ്പിക്കുന്നു എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ജീവിതം. മൂന്നാമത്തെ, ക്യാപ്റ്റൻ ഓഫ് ദ റേസ്. നമ്മുടെ ക്യാപ്റ്റൻ ആരാണ്? നമുക്കറിയാം, കർത്താവിനെ നോക്കുവൻ, ഈ യേശുവാണ് നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ നായകൻ ക്രിസ്തുവാണ്. അറിയാം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. അപ്പോൾ ഒരു കാര്യം ഫിലിപ്പി ലേഖനം 1:4 പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ സ്ഥാപിതമായ ഒരു പദ്ധതിയെ ഇന്ന്
ഇന്ന് പകൽ തകർക്കുവാൻ ഒരു പിശാചിനും കഴിയില്ല. നമ്മ ഓട്ടത്തിനകത്ത് ചേർന്നോടിയാ മതി, അപ്പന്റെ ഹിതമറിഞ്ഞ് ജീവിച്ചാൽ മതി, നമ്മൾ അതിനകത്ത് കയറും കേട്ടോ. സങ്കീർത്തനം 107:30 പറയുന്നുണ്ട്, ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു, അവൻ അവരെ ശുഭ തുറമുഖത്തെത്തിച്ചു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഓടി തീർക്കുകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്താൽ നിയോഗിതമായ ഒരു കൂട്ടം ജനം ഓടി അങ്ങ് കനാനിലെത്തുകയാ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ 2024 കാണിക്കയില്ലെന്ന് ലോകവും ഒരുപക്ഷെ പിശാചും ശാരീരിക ക്ലേശങ്ങളും ഒക്കെ നമ്മളെ വല്ലാതെ വലച്ചു. 24 കാണുകയില്ലെന്ന് ചിന്തിച്ചവരൊക്കെ ഇതിനകത്തില്ലേ? പക്ഷെ 24 കൊണ്ടുവന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഹല്ലേലൂയ. Looking unto Jesus, the author and perfecter of our life. വിശ്വാസത്തിന്റെ നായകനും സ്തോത്രം പൂർത്തി വരുത്തുന്നവനായ യേശു. യേശുവിൻ്റെ മാനുഷികമായ പ്രകൃതിക്കിട്ട പേരാണ് അല്ലെ യേശു എന്ന വാക്ക്. കാരണം ഒരു പച്ച മനുഷ്യനെ പോലെ യേശു ഈ ലോകത്തിൽ ജീവിച്ചു. പാപങ്ങളോട് വേർപെട്ട് പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിവർത്തിച്ച് തൻ്റെ പുത്രനെ വിളിക്കുവാൻ പിതാവ് അനുവദിച്ച പേരാ യേശു എന്ന പേര്. സ്തോത്രം. അതായത് നമുക്ക് പുത്രനാം ക്രിസ്തു പച്ച മനുഷ്യനായി, സ്തോത്രം, പാപം ചെയ്യാതെ, പാപം അറിയാതെ, പാപം ഇല്ലാത്തവനായി ജനിച്ചു ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ ക്രിസ്തു തന്നെയാ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. മാറ്റി പറയാൻ വേറൊരു വ്യക്തിയില്ല, വേറെ സ്തോത്രം നമുക്കൊരു ഓപ്ഷൻ മുമ്പിലില്ല. ഈ കർത്താവിനെ മാത്രം നോക്കിയാൽ മതി. ഈ കർത്താവേ ഉള്ളൂ രക്ഷകൻ. ഉച്ചൈസ്വരം ഇന്ന് പകൽ വിളിച്ചു പറയാമോ? ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നമ്മുടെ യേശു കർത്താവ്. ഉയർത്താൻ കൊള്ളാവുന്ന നാമം, ആരാധിക്കാൻ കൊള്ളാവുന്ന നാമം, സ്തുതിക്കാൻ കൊള്ളാവുന്ന നാമം, ഏക സത്യ ദൈവം യേശു കർത്താവ്. ഇന്നത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾ 3 കാര്യം ശ്രദ്ധിക്കണം. 1, യേശുവിനെ ഉയർത്തുന്നുണ്ടോ? 2, പരിശുദ്ധാത്മാവിലാണോ പ്രസംഗിക്കുന്നത്? 3, സ്തോത്രം, ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. മുമ്പോട്ട് ഞാൻ കടന്നു പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, 2 ക്വാളിറ്റി പുത്രനെ കുറിച്ച് പറയുക. 1, വിശ്വാസത്തിൻ്റെ നായകനാണ്. വിശ്വാസം ചോർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ പൗലോസ് തൻ്റെ അന്ത്യമൊഴിയായി അവസാനത്തെ അധ്യായമായി വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്, തൻ്റെ കൈപ്പേറിയ ജീവിതത്തിൻ്റെ നടുവിൽ വിശ്വാസം ത്യജിക്കപ്പെട്ടു പോകുമോ എന്ന് പോലും തോന്നിയ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തൻ്റെ മേൽ വന്നു. തൂലിക എടുത്ത് അയ്യോ തോറ്റുപോയി, മടുത്തുപോയെന്ന് എഴുതാനല്ല അവന് തോന്നിയത്. ചേർന്നു പറ, ഞാൻ നല്ല പോർ പൊരുതി. പറഞ്ഞ ദൈവമക്കളെ, ഞാൻ സ്തോത്രം നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇന്ന് പകൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. പത്രോസ് പറയുന്നുണ്ട്, ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. പത്രോസ് പറയുന്നത് വിലയേറിയ വിശ്വാസമാണ്. പൗലോസ് ജനത്തോട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം സർവ്വഭൂമിയിലും പ്രസിദ്ധമായി തീരട്ടെ. ഓട്ടത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ എനിക്ക് ഈ ദൈവത്തെ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് ഈ ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് മന്ദതയുള്ളവരായി മാറരുത്. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി മാറണം. ഒരു തീരുമാനം ഇന്ന് പകൽ എടുക്കണം, എനിക്ക് ഓടി തീർത്തേ മതിയാകൂ. പാളിപ്പോകുന്നവരുടെ നടുവിൽ, വിശ്വാസം ത്യജിച്ചവരുടെ നടുവിൽ എനിക്ക് മാറ്റി പറയാൻ കഴിയത്തില്ല. ക്രൂര മൃഗങ്ങളുടെ നടുവിലും മെഴുകു ചുറ്റിയ തുണിക്കകത്ത് വെന്തു നീറുമ്പോഴും ഈർച്ച വാളുകൊണ്ട് അറക്കുമ്പോഴും ഒരേ ശബ്ദത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ഈ കർത്താവ് മാത്രമേ ഉള്ളൂ ദൈവം. ചെറിയ പ്രതിസന്ധി വന്നു. ഇയ്യോബിന്റെ വിശ്വാസത്തെ തള്ളിപ്പറയേണ്ട മുഴുവൻ സാഹചര്യവും വന്നു. പക്ഷെ ഇയ്യോബിന്റെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് സുപരിചിതമാണ്. ഹല്ലേലൂയ. ഇയ്യോബ് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഇന്ന് മകൻ എത്ര മാതാപിതാക്കൾ, കർത്തൃദാസന്മാർക്ക് പറയാൻ കഴിയും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. തീർന്നില്ല, എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പിൽ തെളിയിക്കും. എന്നെ പരിഹസിച്ചവരുണ്ട്, എൻ്റെ ഓട്ടത്തെ തകർക്കാൻ നോക്കിയവരുണ്ട്, എന്നെ വെല്ലുവിളിച്ചവരുണ്ട്. അവരുടെ നടുവിൽ ഞാൻ ഓടി തീർക്കും. എന്താ നമ്മുടെ വെല്ലുവിളി? ഞാനൊരു ദൈവ പൈതലാണ്, എൻ്റെ കൂടെ യേശുവുണ്ട് എന്നുള്ള ഉറപ്പ് പ്രാപിച്ച് ദേശത്തത് മാന്യതയായി മഹത്വമായി മാറുമെന്നൊന്ന് ഇന്ന് പകൽ വിശ്വസിക്കാമോ? എൻ്റെ വീട്ടിൽ എൻ്റെ യേശു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ ഇടയായി. ഞാൻ വേഗം എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പം നമുക്ക് രക്ഷാപൂർത്തി വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പം നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാവുന്ന കർത്താവിൻ്റെ ക്വാളിറ്റി, അവൻ ഇതൊക്കെ സഹിച്ചതാണ്.
യേശു ഇതൊന്നും അറിയാത്തവനല്ല കേട്ടോ, ഇതെല്ലാം സഹിച്ചവനാ നമ്മുടെ യേശു കർത്താവ്. നാലാമത്തെ വിഷയം, കൾമിനേഷൻ ഓഫ് ദ റേസ്, പൂർത്തീകരിച്ചു ഓട്ടം. ഓടി ഓടി നാഥൻ്റെ അരികിലെത്തണം കേട്ടോ. ആമയും മുയിലും ഓടിയ ഓട്ടം നമുക്കറിയാം, പക്ഷേ ആമ ഓടിയ ഓട്ടം ഫിനിഷ് ചെയ്തു. ദൈവമക്കളെ, ഓടി പാതി വഴിയിൽ അവസാനിപ്പിക്കരുത് കേട്ടോ. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലെങ്കിലും, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും, വീടിൻ്റെ ലോൺ അടച്ചു തീർന്നില്ലെങ്കിലും, ഒത്തിരി കർത്തൃദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വചനം എടുത്തിറങ്ങിയത് നിമിത്തം പലവിധമായ പ്രശ്നങ്ങൾ വന്നു, എങ്കിലും ഇത് തള്ളാതെ ജീവിച്ചു. അവരെയൊക്കെ മാനിച്ചൊരു ദൈവമുണ്ട്. ഇവിടെ കർത്തൃദാസൻ ഓർപ്പിച്ചു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ അത് നമ്മൾ തേടി പോകത്തില്ല. സമയം വരുമ്പോൾ, സങ്കീർത്തനം പറയുന്നു, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. ലോകം മറ്റു പലതും കണ്ടു വിധി പറയുമ്പോൾ, മുഖം കണ്ടു വിധി പറയുന്നവരുടെ നടുവിൽ നമുക്ക് വേണ്ടി യഥാർത്ഥ വിധി പറയുന്ന ഒരുവനുണ്ട്. തേജസ്സിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വാടാത്ത കിരീടം ഞാൻ പ്രാപിക്കുമെന്ന് പറയാമോ? സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-13 ഇങ്ങനെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, കണ്ടോ, ടെസ്റ്റ് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ എന്തിനാ പ്രതിസന്ധി? ഈ ഓട്ടത്തിനകത്ത് അല്പം വ്യഥ, അല്പം നൊമ്പരം, അല്പം സ്തോത്രം, ആ പ്രതിസന്ധികൾ അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യോശുവയോട് പറഞ്ഞു, ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ നിനക്ക് അനുവാദമില്ല. നമുക്കൊരു റൂട്ട് ദൈവം വരച്ചു വെച്ചിട്ടുണ്ട്, നമുക്കൊരു വഴി കർത്താവ് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഓടാൻ എത്ര കർത്തൃദാസന്മാർ ഇന്ന് ഞങ്ങൾ തയ്യാറാവും. മറ്റുള്ളവരുടെ നന്മയോ, മറ്റുള്ളവരുടെ ഉയർച്ചയോ, മറ്റുള്ളവരുടെ മാന്യതയോ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് മാത്രമായി ഒരു ഓട്ടം ഓടി തീർക്കാനുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. ഞാൻ എൻ്റെ ഓട്ടം ഓടി തീർപ്പാനിടയായി തീരും. നടപ്പ് ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുമ്പോൾ, മുമ്പ് ഞാൻ പറഞ്ഞു, ഓട്ടം ദൈവം നൽകിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷയെ കാണിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. 3 കാര്യം കൂടെ പറയുന്നു. 1, സ്റ്റാർട്ട് വെൽ, സ്തോത്രം. 2, റൺ വെൽ. 3, എൻഡ് വെൽ. തീമോഥെയോസിനോട് പൗലോസ് പറയുന്ന വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോബിസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ട്, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എൻ്റെ പ്രിയ കർത്തൃദാസന്മാരെ, മാതാപിതാക്കളെ, നമ്മൾ കാണിച്ച മാതൃക പിൻപറ്റുവാൻ ഒരു തലമുറ കൂടെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരമേൽപ്പിക്കുക. നിങ്ങളുടെ തലമുറയായിരിക്കാം, നിങ്ങളുടെ സഭയിലുള്ളവരായിരിക്കാം, ഒരു ചെറിയ കൂട്ടത്തെ കൂടെ വാർത്തെടുത്തുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ അടരാടുവാൻ, ഈ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യുവാൻ എത്ര പേർ ഇന്ന് പകൽ ഒരു നിയോഗത്തോടെ എഴുന്നേൽക്കും? നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കഴിയുന്ന എല്ലാ ദൈവമക്കളും ഒരുമിച്ച് എഴുന്നേറ്റ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവേ, എനിക്ക് എൻ്റെ ഓട്ടം ഓടി തീർക്കണം. ഹല്ലേലൂയ. ദൈവമായി വേഗം എഴുന്നേറ്റ് ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിക്കകത്ത് ദൈവമക്കളെ, വി ഹാവ് എ ടാർഗറ്റ്. എന്താ നമ്മുടെ ടാർഗറ്റ്? യേശുവിനെ പോലെയാകുക. വി ഹാവ് എ ട്രയൽസ്. എന്താ നമ്മുടെ ട്രയൽസ്? സ്തോത്രം. ഇത് ഒഴിവാക്കാൻ കഴിയത്തില്ല. ഈ ട്രയൽസ്, ഈ ശോധനകൾ നമ്മൾ ജീവിതത്തിനകത്ത് സ്തോത്രം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ മതിയാകൂ. 3, വി ഹാവ് എ ട്രാക്ക്. ഏതാ നമ്മുടെ ട്രാക്ക്? സ്തോത്രം. ദൈവത്തിൻ്റെ തെരുവെടുത്താണ് നമ്മുടെ ട്രാക്ക്. സ്തോത്രം. വഴി ഇതാകുന്നു, ഇതിലേ പറഞ്ഞ് നടത്തുന്ന കർത്താവ്. ഹല്ലേലൂയ. 2 കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് ഒരു തീരുമാനത്തോടെ നമുക്ക് ഇന്ന് പകൽ പാടാം. ഹല്ലേലൂയ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, ശ്വാസം
നെടുവീർപ്പുകളോ വന്നാലും ഹല്ലേലൂയ, സകല വഴികളും അടഞ്ഞുപോയാലും ചേർന്ന് പണം യാത്ര ചെയ്യും. കരങ്ങളെ ഉയർത്തി സമർപ്പണത്തോടെ പാടാം. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു സമർപ്പണമായി തീരട്ടെ. കരുത്തുറ്റ ആത്മീക ജീവിതം യുദ്ധം ചെയ്ത് ജയിച്ചു കയറുവാൻ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ശ്വാസം വരെയും ജീവൻ കർത്തൃദാസന്മാരും ദാസിമാരും ഈ പാട്ടൊക്കെ എഴുതിയത് അവർ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന സമയത്തൊന്നും അല്ലായിരുന്നു. ഒറ്റപ്പെട്ട വീട്ടിൽ നിന്ന് ദൈവനാമ നിമിത്തം ഇറക്കി വിടപ്പെട്ട സന്ദർഭങ്ങളിൽ യേശുവിനെ ആരാധിച്ചത് നിമിത്തം, സ്നാനപ്പെട്ടത് നിമിത്തം, ക്രൂശിനെ ഉയർത്തിയത് നിമിത്തം അനേക കർത്തൃദാസന്മാർ ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സഖിയായി തുണയായ കർത്താവ് അവരെ ആരെയും കൈവിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. താങ്ക് യു. ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ യാത്രയിൽ ആകുലങ്ങളും ആശങ്കകളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഉറയ്ക്കുവാൻ ഒരു നാമമുണ്ട്, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ട സമയത്തിന് നന്ദി. ഇടപെട്ട വചനങ്ങൾക്ക് സ്തോത്രം. ഞങ്ങളുടെ നല്ല ക്യാപ്റ്റൻ ഞങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഓട്ടക്കളമുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് യോഗ്യത പ്രാപിച്ച് നേടിക്കൊണ്ട് ഈ ഓട്ടം ഓടി തീർക്കുവാൻ കൃപയും ബലവും കരുത്തും ഞങ്ങളുടെ മേൽ പകരും പിതാവേ. ഓട്ടക്കളത്തിൽ വ്യതിചലിക്കപ്പെട്ടു പോകേണ്ട സന്ദർഭങ്ങളിൽ ഉറപ്പോടെ നിൽക്കുവാൻ കൃപ പകരും പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ ഇരിക്കാം. സമയം അനുവദിച്ച കർത്തൃദാസന് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസീർ സാറിനോട് ഒരു പ്രാവശ്യം കൂടെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. അധ്യക്ഷനോട്, കർത്തൃദാസന്മാരോട്, നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടവരോട് നന്ദിയെ പ്രകാശിപ്പിച്ച പ്രാർത്ഥനയെ ചോദിച്ച് വാക്കുകൾ ചുരുക്കുന്നു. മാറാനാഥ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.